രൂപ അനുവദിക്കുന്നത്. എന്തായാലും അത് ആ ഒരു 13 കൊല്ലത്തിന് മുമ്പുള്ള കഥ പറഞ്ഞതിന് കാരണം ഇങ്ങനെയാണ് ഇവിടെ കർക്കിടകവാവ് ബലി തർപ്പണം ക്ഷേത്രോപദേശ സമിതിയും ദേവസ്വം ബോർഡും കൂടി നടന്നത്. യഥാർത്ഥ ക്ഷേത്രോപദേശ സമിതിക്ക് സഹായം മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് തന്നെയാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡിന്റെ രസീത് വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എന്തായാലും നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് കർക്കിടകവാവ് ബലി തർപ്പണം നമുക്ക് നടത്തണം. ഇപ്പം പൊതുയോഗത്തിന് ഇത്രയും പേരുടെയൊക്കെ കാര്യമുള്ളൂ. ഇത്രയും പേര് ആത്മാർത്ഥമായിട്ട് വിചാരിച്ച കാര്യം നടക്കും. നമ്മൾ എല്ലാ കരഭാരവാഹികളെ അറിയിപ്പിച്ചായിരുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ക്ഷേത്രോപദേശ സമിതിയിൽ ഓരോ അംഗങ്ങളെ ചുമതലപ്പെടുത്തി അവരെല്ലാം കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ഇനി എന്തായാലും കരഭാരവാഹികൾ കുറെ കഴിഞ്ഞ ചിലപ്പോൾ ആൾക്കാർ വരുമായിരിക്കും. പിന്നെ എന്തായാലും അഭിമാനകരമായ രീതിയിലാണ് മാതൃസമിതി ഈ ക്ഷേത്രത്തോട് നീതി പുലർത്തുന്നത്. അതിന് ഉദാഹരണമാണ് ഇന്ന് അവരെല്ലാം വന്ന് ഇന്നലെ അവരെ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് നല്ല ജനപങ്കാളിത്തമായിരുന്നു. 10-20-22 പേര് പങ്കെടുത്ത് അവർക്കെല്ലാം ഓരോ ചുമതല കൊടുത്ത് അവരിന്ന് തൊട്ട് നമ്മുടെ ക്ഷേത്രത്തിന് ഭഗവാനെ സേവിക്കാനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കി. നമ്മുടെ ഉദയസമിതി അംഗങ്ങളും മറ്റ് ഭക്തജനങ്ങളും മാതൃസമിതിയും കൂടി ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ വൃത്തിയാക്കാനും ആ കാര്യങ്ങൾക്കൊക്കെ എല്ലാം നിന്നു. നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ ഉദയസമിതിക്ക് നിങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷനും കാര്യമില്ല. നമ്മുടെ ഒരു 10 പേര് അല്ലെങ്കിൽ 20 പേരുണ്ടെങ്കിൽ മതി. നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിന്റെ കാര്യമാണ്, നമ്മുടെ കാര്യമാണെന്ന് ഓർത്താൽ മതി. അല്ല വ്യക്തിപരമായ രീതി ആർക്കും ഒരു നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഈ ഉപദേശസമിതി ഒരു കാരണവശാലും വ്യക്തി നേട്ടത്തിന് വേണ്ടി ശ്രമിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രമാണ്, നമ്മുടെ ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ക്ഷേത്രം രക്ഷപ്പെടണം. ആ ഗുരുവായൂർ ക്ഷേത്രം തന്നെ, ആ ഗുരുവായൂർ അമ്പലത്തിന്റെ പേരിലാണ് ആ നാട് മൊത്തം രക്ഷപ്പെട്ടത്. വരും കാലങ്ങളിൽ നമ്മുടെ കാലത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള കാലത്തോ നമ്മുടെ ക്ഷേത്രം വളരെ ഉയർന്ന രീതിയിലാവണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രത്തിനെ സ്നേഹിക്കണം, ഭഗവാനെ സ്നേഹിക്കണം. അല്ല സ്വാർത്ഥമായ രീതി ഒന്നും നേടാൻ നമുക്ക് ആഗ്രഹമില്ല. അതെന്തായാലും വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അതുപോലെ നമ്മളെ കർക്കിടകവാവ് ബലി തർപ്പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യ ഘട്ടം കഴിഞ്ഞു. ആദ്യം ദർഭ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമ്മുടെ മുൻ രക്ഷാധികാരി, നമ്മുടെ മുൻ ഉപദേശസമിതി അംഗം കുട്ടൻ, അങ്ങനെ കുറെ പേര് ബെൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന്, നമ്മുടെ രവിയണ്ണ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് എന്തായാലും ആ ഒരു ദൗത്യം, രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ആ ദർഭ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുകയാണ്. എന്തായാലും ആ ഒരു ഘട്ടം കഴിയും. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ള ഒരുക്കും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ആത്മാർത്ഥമായി ശ്രമിക്കണം. കൂടിപ്പോയ 17-18 ദിവസമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ദർഭ വൃത്തിയാക്കണം, അത് കഴിഞ്ഞ് നമുക്ക് പാക്കിങ്ങിന്റെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും ഇനി ആത്മാർത്ഥമായി എല്ലാ ഭക്തജനങ്ങളും ഉദയസമിതികളായാലും മാതൃസമിതിയായാലും എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഒരു 10-15 ദിവസം നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കതിന്റെ ഗുണമുണ്ടാകും. നമ്മുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടാകുമെന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ഈ പറഞ്ഞ ഒരു 10-30 പേരെങ്കിലും ആയിട്ടുണ്ട്. എന്തായാലും പഴയ ഉപദേശ സമിതി അംഗങ്ങളെന്നോ പുതിയ ഉപദേശ സമിതികളെന്നോ വ്യത്യാസമില്ലാതെ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയാകും. നമ്മുടെ ക്ഷേത്രത്തിന് അതിൻ്റെതായ ഐശ്വര്യമുണ്ടാകും. നമ്മുടെ ഭക്തജനങ്ങൾ കൂടിയാൽ മാത്രമേ നമ്മുടെ ക്ഷേത്രം വളരുകയുള്ളൂ. നമ്മുടെ പണ്ട് തന്ത്രി പറഞ്ഞതുപോലെ ശ്രീരാമൻ എല്ലാ ചൈതന്യമായിട്ടുണ്ട്. പക്ഷേ ഭക്തജനങ്ങൾ അവിടെ വരുന്നതനുസരിച്ചായിരിക്കും ചൈതന്യങ്ങൾ കൂടുതൽ കിട്ടുന്നത് എന്നുള്ളതാണ് തന്ത്രി അദ്ദേഹവും പറയുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരു കൂട്ടായ ചർച്ച വേണം. നമുക്കിനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കൂട്ടായ ചർച്ച വേണം. എന്തായാലും ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുന്നു.